നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർത്തോഗണൽ ഡീകമ്പോസിഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രൊപ്പോസിഷൻ പഠിച്ചിരുന്നു. ഇഫ് എം ഇസ് എ കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ് ഇൻ എച്ച് ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് വെർ എച്ച് ഇസ് എ ഹിൽബർട്ട് സ്പേസ്, ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എം റോ എക്സ് എം is defined as infimum of set of all norm x minus y where y varies over m. Then there exists a unique y in M such that rho xm equal to norm x minus y. ഓക്കെ, അതായത് നമ്മൾ എം എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ് ഇൻ എച്ച് ആണെങ്കിൽ യു ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്, യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ യുണീക്ക് എലമെൻറ്റ് വൈ ഇൻ എം വിച്ച് ഈസ് ദ നിയറസ്റ്റ് വൺ ടു എക്സ്. എക്സിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള വൈ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ഈ പ്രൊപ്പോസിഷൻ പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ ഈ എം എന്ന് പറയുന്ന കോൺവെക്സ് സെറ്റിന് പകരം ഒരു സബ്സ്പേസ് എടുക്കാൻ പോവുകയാണ്. ആൻഡ് വി നോ ദാറ്റ് എവറി സബ്സ്പേസ് ഈസ് എ കോൺവെക്സ് സെറ്റ്. കാരണം എന്താണ്? ഇപ്പോൾ എൽ എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണെന്ന് വിചാരിക്കുക. യു ടേക്ക് എനി എക്സ് ആൻഡ് വൈ ഇൻ എൽ, ദെൻ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ എൽ എന്ന് പറയുന്ന സബ്സ്പേസിലെ രണ്ട് എലമെൻറ്റ്സ് ആണ് ഇവിടെ എക്സും വൈയും. അവരുടെ ലീനിയർ കോമ്പിനേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് എൽ ഇസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ എന്ന് പറയുന്നത് എല്ലിൽ തന്നെ ഉണ്ടായിരിക്കും ഫോർ എനി ലാംഡ. അപ്പോൾ ഇൻ പർട്ടിക്കുലർ ഇഫ് ഐ ടേക്ക് ലാംഡ ബിറ്റ്വീൻ 0 ആൻഡ് 1, then also lambda x plus 1 minus lambda into y എന്ന് പറയുന്നത് എല്ലിൽ തന്നെ ഉണ്ട്. ദാറ്റ് മീൻസ് എൽ ഈസ് കോൺവെക്സ്. ഓക്കെ, so we can apply the previous proposition to a closed subspace L. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സബ്സ്പേസ് ആണ് എൽ. അതിലേക്ക് നമുക്ക് ഈ പ്രൊപ്പോസിഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് let L be a closed subspace of H and x element of H. Then there exists a unique y element of L such that rho x m, this is rho x, not rho x m, this is rho x L is equal to norm x minus y. Rho x L equal to norm x minus y എന്ന് പറഞ്ഞാൽ that means this y, നമ്മൾ നേരത്തെ പറഞ്ഞ y എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് പി എൽ ഓഫ് എക്സ് എന്നാണ് ഇവിടെ പറയുന്നത്. Now ഒരു റിസൾട്ടും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ എക്സ് എൽ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് വൈ എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ടു എൽ. അതായത് വൈ എലമെൻറ്റ് വൈ ഈക്വൽ ടു പി എൽ ഓഫ് എക്സ്, റോ എക്സ് എൽ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ വൈ ഈക്വൽ ടു പി എൽ ഓഫ് എക്സ് ആൻഡ് ദിസ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് വൈ എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ടു എൽ എന്നാണ്. ഓക്കെ, അതായത് ഇഫ് വൈ ഈസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ, ദെൻ എക്സ് മൈനസ് വൈ വിൽ ബി ഓർത്തോഗണൽ ടു എൽ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് ഐ വിൽ അസ്യൂം ദാറ്റ് ഐ വിൽ അസ്യൂം ദിസ് പാർട്ട്, എക്സ് മൈനസ് വൈ ഈസ് ഓർത്തോഗണൽ ടു എൽ. ഓക്കെ, സപ്പോസ് സെഡ് എലമെൻറ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് ഞാൻ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഐ ക്യാൻ റൈറ്റ് എക്സ് മൈനസ് സെഡ് ആസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ്. ഇതിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു എൽ ആണ്. വൈ എല്ലിലുള്ളതാണ്, സെഡും എല്ലിലുള്ളതാണ്. അപ്പോൾ വൈ മൈനസ് സെഡ് എല്ലിലുണ്ട് എന്ന് വെച്ചാൽ ഈ എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡും പരസ്പരം ഓർത്തോഗണലായിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് ആണെന്നാണ് അർത്ഥം. Okay, y minus z element of L and x minus y orthogonal to L. So they are orthogonal to each other. Then നമുക്ക് പൈതഗോറിയൻ തിയറം പ്രകാരം എന്ത് പറയാൻ പറ്റും? നോം x minus z square is equal to norm x minus y square plus norm y minus z square. And if I remove norm y minus z square from RHS, നമുക്ക് എന്ത് കിട്ടും? norm of x minus z square is greater than or equal to norm of y minus x square, sorry, x minus y square. Take square root, we will get norm x minus z is greater than or equal to norm x minus y. And this is true for every z element of L. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും
every element of set of all norm x minus z where z varies over L is greater than or equal to norm x minus y. പക്ഷേ ഈ z varies over L എന്ന് പറയുമ്പോൾ z ഒരു പ്രാവശ്യം y ആവുമല്ലോ. സോ നോം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് y എന്ന് പറയുന്നത് പി എൽ ഓഫ് എക്സ് ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മളിവിടെ എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ടു എൽ ആണെങ്കിൽ y ഈക്വൽ ടു പി എൽ ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടി. നൗ വി ഹാവ് ടു പ്രൂവ് ദ കോൺവേഴ്സ്. അതായത് ഇഫ് y ഈക്വൽ ടു പി എൽ ഓഫ് എക്സ് ദെൻ എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ടു എൽ എന്ന് കാണിക്കണം. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. സോ ഐ എം അസ്യൂമിങ് ദാറ്റ് y ഈസ് ഈക്വൽ ടു പി എൽ ഓഫ് എക്സ്. ദെൻ ഒരു z എല്ലിൽ നിന്ന് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പർ ആയിട്ടും ഞാൻ ചൂസ് ചെയ്തു. ഇപ്പോൾ y ഓൾറെഡി എല്ലിലെ എലമെൻ്റാണ്, അതുപോലെ സെഡും എല്ലിലെ എലമെൻ്റാണ്. സോ വൈൻ്റെയും സെഡിൻ്റെയും എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എല്ലിലുണ്ടാവും. ഐ എം കൺസിഡറിങ് ദിസ് ലീനിയർ കോമ്പിനേഷൻ y പ്ലസ് ലാംഡ സെഡ്. ഇത് എല്ലിലുള്ള ഒരു എലമെൻ്റാണ്. ഓക്കെ, ദെൻ നോം എക്സ് മൈനസ് വൈ സ്ക്വയർ, നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇതാണ്. നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് സെഡ് ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് എൽ. എല്ലിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും നോം എക്സ് മൈനസ് വൈ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇൻഫിമ ലോവർ ബൗണ്ടാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് സെഡ് എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ വരണമല്ലോ. ഈ സെഡിൻ്റെ സ്ഥാനത്ത് സെഡ് എല്ലിലുള്ള ആരോ ഒരാൾ, അപ്പോൾ ഞാൻ ഈ സെഡിൻ്റെ സ്ഥാനത്ത് y പ്ലസ് ലാംഡ സെഡ് എടുക്കുകയാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് ലാംഡ സെഡ് സ്ക്വയർ. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. എക്സ് മൈനസ് വൈ മൈനസ് ലാംഡ സെഡ് സ്ക്വയർ എന്നാക്കി. ഇതിനെ ഇപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് ലാംഡ സെഡ് വിത്ത് ഇറ്റ് സെൽഫ്. ഇനി നമ്മളിതിനെ ലീനിയാരിറ്റി ഇൻ ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റും കോൺജുഗേറ്റ് ലീനിയാരിറ്റി ഇൻ ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റും ഉപയോഗിച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ വിത്ത് ഇറ്റ് സെൽഫ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ വിച്ച് ഇസ് സെയിം ആസ് നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ. അതുപോലെ പിന്നെ ഉണ്ടാവുക ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ ആൻഡ് മൈനസ് ലാംഡ സെഡ്. ദെൻ വി വിൽ ഹാവ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് മൈനസ് ലാംഡ സെഡ് ആൻഡ് എക്സ് മൈനസ് വൈ. Again we will have inner product of minus lambda z minus lambda z. ഇവിടെ നമുക്ക് സ്കെയിലാസ് ഉണ്ട്. മൈനസ് ലാംഡ ഒരു സ്കെയിലാർ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിലുണ്ട്, യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ഒരു മൈനസ് ലാംഡ പുറത്ത് വന്നു. ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് ആർഗ്യുമെൻറ്റിലും ഒരു മൈനസ് ലാംഡ ഉണ്ട്, അത് പുറത്ത് വരുമ്പോൾ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ആയിരിക്കും. സോ യു ഹാവ് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ കോൺജുഗേറ്റ് മീൻസ് പ്ലസ് ലാംഡ കോൺജുഗേറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സെഡ് സെഡ്. ലാംഡ ഇൻറ്റു ലാംഡ കോൺജുഗേറ്റ് ഇസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ സ്ക്വയർ. സോ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്, നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ സ്ക്വയർ ഇൻറ്റു നോം സെഡ് സ്ക്വയർ മൈനസ് ഇനി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് വൈ മൈനസ് ലാംഡ സെഡ്. സെക്കൻഡ് ആർഗ്യുമെൻറ്റിൽ മൈനസ് ലാംഡ ഉണ്ട്, പുറത്ത് വരുമ്പോൾ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് വൈ സെഡ് എന്ന് കിട്ടും. നൗ മൈനസ് ലാംഡ സെഡ് എക്സ് മൈനസ് വൈ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ്. സോ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിലാണ് മൈനസ് ലാംഡ ഉള്ളത്, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ മൈനസ് ലാംഡ ഇന്നർ പ്രൊഡക്റ്റ് സെഡ് എക്സ് മൈനസ് വൈ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ടേമിനെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സെഡ് എക്സ് മൈനസ് വൈ കോൺജുഗേറ്റ് എന്ന് എഴുതാൻ പറ്റും. സോ ഈ എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റ് ആണ് ഇപ്പുറത്തുള്ളത്. സോ ദിസ് ഇസ് ഓഫ് ദ ഫോം മൈനസ് z conjugate or minus of z plus z conjugate എന്ന് വെച്ചാൽ മൈനസ് ഓഫ് 2 times റിയൽ പാർട്ട് ഓഫ് z. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ നോം എക്സ് മൈനസ് വൈ സ്ക്വയർ
plus absolute value of lambda square into norm z square. This will become minus of 2 times real part of lambda into inner product z x minus y. Okay. ഇപ്പോൾ എൽ എച്ച് എസിലും ഒരു നോം എക്സ് മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഒരു നോം എക്സ് മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. ഞാനത് രണ്ടും ക്യാൻസൽ ചെയ്യുകയാണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of lambda square norm z square minus 2 times real part of lambda inner product z x minus y എന്ന് കിട്ടും. ഓക്കെ, സോ ഞാൻ ഈ ടേം രണ്ട് സൈഡിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് 2 times real part of lambda into inner product z x minus y less than or equal to mod lambda square into norm z square എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പറാണ്. ലാംഡ ക്യാൻ ടേക്ക് എനി കോംപ്ലക്സ് വാല്യൂ. സോ ഐ എം ടേക്കിംഗ് എ വാല്യൂ ലാംഡ ഈസ് ഈക്വൽ ടു t into inner product z x minus y conjugate, where t element of r എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. t is some real number. അപ്പോൾ നമ്മുടെ നേരത്തെ ഇക്വേഷൻ വിൽ ബിക്കം ഞാൻ ലാംഡ ഉള്ളിടത്തെല്ലാം ഈ വാല്യൂ കൊടുത്തു, t into inner product z x minus y conjugate, രണ്ട് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ inner product of z x minus y into inner product of z x minus y conjugate. So this will become absolute value of inner product z x minus y square. അപ്പോൾ അത് റിയൽ വാല്യൂ ആണ്. ദർ ഇസ് നോ കോംപ്ലക്സ് നമ്പർ ഹിയർ. ടി ഈസ് ഓൾറെഡി റിയൽ നമ്പർ. സോ ഇവിടെ റിയൽ പാർട്ടെന്ന് പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മുഴുവനും റിയൽ നമ്പേഴ്സാണ്. ഇവിടെയാണെങ്കിൽ യു ക്യാൻ ടേക്ക് എ ടി സ്ക്വയർ ഔട്ട്സൈഡ്. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നോൺ നെഗറ്റീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളത് absolute value of a complex number conjugate square. absolute value of z എന്ന് പറഞ്ഞാലും absolute value of z conjugate എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ ഇവിടെ നമുക്ക് കോൺജുഗേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് കിട്ടി? 2t absolute value of inner product z x minus y square less than or equal to t square absolute value of inner product z x minus y square into norm z square, and this is true for every t element of R. So I will cancel one t from both sides. Now I have 2 times absolute value of inner product z x minus y square less than or equal to t absolute value of inner product z x minus y square into norm z square, and this is also true for every t element of R. So that I will take a limit as t tends to 0. t tends to 0 എന്ന് ഞാൻ എടുത്താൽ ഈ ആർ എച്ച് എസ് മുഴുവനായിട്ടും സീറോയിലേക്ക് പോകും അല്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? സോ ദാറ്റ് വി വിൽ ഗെറ്റ് 2 ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദിസ്, ഈ ഭാഗം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമുക്കെല്ലാം നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. സോ ഇത് അറ്റ് ദ സെയിം ടൈം ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുമാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് inner product of zx minus y equal to 0. ഇനി ആരാ z? z element of L was arbitrarily chosen. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം x minus y is orthogonal to z എന്നാണ്. ഇനി z element of L എന്ന് പറയുന്നത് arbitrarily chosen ആയതുകൊണ്ട് this is true for every z element of L. സോ നമുക്ക് പറയാം x minus y is orthogonal to L. ഓക്കെ, സോ രണ്ട് ഇംപ്ലിക്കേഷനും നമുക്ക് കിട്ടി. ഇനി എന്തിനാണ് നമ്മൾ ഈ രണ്ട് നോട്ടും നോക്കിയതെന്ന് വെച്ചാൽ, ഹിയർ വി ഹാവ് എ പ്രൊപ്പോസിഷൻ ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ദർ എക്സിസ്റ്റ് എ യുണീക്ക് വൈ ഇൻ എൽ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ടു എൽ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു പി എൽ ഓഫ് എക്സ്. ദെൻ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ, ആൻഡ് ഈ എക്സ് മൈനസ് വൈ വൈ ഇവർ രണ്ടുപേരും
ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം വൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ബൈ പൈതഗോറിയൻ തിയറം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്, യു ക്യാൻ ഡീകമ്പോസ് എക്സ് ആസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ. ഇതിൽ വൈ എന്ന് പറയുന്നത് എല്ലിലുള്ള എലമെൻ്റാണ്. ഈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു എല്ലാണ്. ഓക്കെ, അപ്പോൾ ഏത് ഒരു ഹിൽബർട്ട് സ്പേസ് എച്ചിലെ ഏത് എക്സ് എടുത്താലും അതിനെ എല്ലിലുള്ള ഒരു എലമെൻറ്റിൻ്റെയും എല്ലിനോട് ഓർത്തോഗണലായിട്ടുള്ള മറ്റൊരു വെക്റ്ററിൻ്റെയും സമ്മായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ പ്രൊപ്പോസിഷൻ നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രൊപ്പോസിഷൻ്റെ പ്രൂഫും ഇപ്പം നമ്മൾ ഈ പഠിച്ച 2 നോട്ടുകളും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഈ പ്രൊപ്പോസിഷൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ഇതിൻ്റെ പ്രൂഫ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, ബൈ.